ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് സിഗേഴ്സും അതുപോലെ ചോക്ലേറ്റ് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ. ഒരു വർഷം മുമ്പ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണിത്. ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 14ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചോക്ലേറ്റ് കട്ടിയായിട്ട് വരും, ശരിക്കും മെൽറ്റായിട്ട് വരില്ല. വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലുള്ള ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് ചൂട് കൂടി ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചാലും മതി. മൈക്രോവേവിൽ വെക്കുമ്പോൾ ഒരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. കൂടുതൽ സമയം വെച്ചാൽ ഹാർഡായി പോവും. പിന്നെ നമ്മുടെ അടിയിലുള്ള പാത്രത്തിൽ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇടാം. പിന്നെ ആ ചൂട് മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് സെറ്റായി പോവില്ല. പിന്നെ ഇതുപോലെ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റിലാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതുപോലെ ഒരു മാർബിളിൻ്റെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മാർബിളിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സിഗേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ അല്പം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കട്ടി ഉണ്ടായാൽ ചോക്ലേറ്റ് സിഗേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ മുമ്പ് കാണിച്ച വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്ലേറ്റ് സിഗേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചോക്ലേറ്റ് സിഗേഴ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ശരിയാവാത്തത് മെയിനായി ഇതാണ്. വളരെ തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. കട്ടി ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും സിഗേഴ്സ് ആക്കിയെടുക്കാൻ പറ്റില്ല. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പം ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഗ്യാപ്പിലൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് എടുക്കുന്ന പീസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഡെക്കറേഷൻസൊക്കെ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിൻ്റെ മുമ്പ് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൗണ്ടിലുള്ള ഒരു ഷേപ്പിൽ കിട്ടും. മാർബിളിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് കിട്ടും. അത് നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് നല്ല ഹാർഡായി പോവണ്ട, ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. നമ്മൾ കൈ തൊട്ടാൽ ഒട്ടി പിടിക്കരുത്, ആ ഒരു വിധത്തിൽ സെറ്റായാൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ലൂസായിട്ട് വരും. എന്നിട്ട് ഇതുപോലുള്ള സ്ക്രാപ്പർ ഇതുപോലെ നന്നായിട്ട് ചെരിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഈ ചോക്ലേറ്റ് റോളായിട്ട് വരും.
അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് എനിക്കിത് റെഡിയായി കിട്ടിയത്. അപ്പോൾ പിന്നെ ഇതിന്ന് എടുക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് സ്ക്രാപ്പറിനേക്കാളും കുറച്ചും കൂടെ ഒരു വീതി കൂടുതലുണ്ട് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തെടുത്തത്. അപ്പോൾ സ്ക്രാപ്പറിൻ്റെ ആ ഒരു വലിപ്പത്തിലാവുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡ് ഒന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഈ വൈറ്റുള്ള ഭാഗത്ത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഡാർക്ക് ചോക്ലേറ്റ് അല്പം ഈ ഒരു കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് സെറ്റായി കിട്ടണം. അതിന് ശേഷം വേണം നമ്മളിതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് വെച്ചിട്ട് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിഗേഴ്സ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ചോക്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് തൊട്ട് നോക്കണം കേട്ടോ. കൈമേൽ ഒട്ടി പിടിക്കരുത്. ഒട്ടി പിടിക്കാത്ത ആ ഒരു പരുവത്തിലാവുമ്പോഴേ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിഗേഴ്സ് കിട്ടുള്ളൂ. ഒന്ന് രണ്ട് പ്രാവശ്യം ശരിയായി വന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ട്രിക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇനി ഇതൊക്കെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഇതുപോലുള്ള ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഓരോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പേപ്പറിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു വീതിയിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഡിസൈന് കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ നമ്മൾ ചോക്ലേറ്റ് ഇതുപോലെ വരച്ചു കൊടുക്കാൻ. നമ്മുടെ പൈപ്പിംഗ് ബാഗിന് കുറച്ചൊരു വലിയൊരു ഹോളാക്കി ഇടണം. വളരെ തിന്നായി കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ തന്നെ ചെയ്യാം. ഇങ്ങനെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് നമ്മൾ കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. എന്നാൽ ഒരുപാട് സെറ്റ് ആവും വേണ്ട കേട്ടോ, ഒരു സെമി സെറ്റ് ആയാൽ മതി. നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു ഭാഗത്തിൽ സെറ്റ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഇതുപോലെയുള്ള വെറുതെ കുറച്ച് ഡിസൈനിങ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്ലാസ് പേപ്പറിൻ്റെ ഷീറ്റിൽ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 കളറും കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു വളഞ്ഞിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതും കുറച്ച് കട്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീസായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു 2 സൈഡും മുട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഷീറ്റ് അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കാം. ഇനി ഇതും കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിലും കൂടി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ടും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനിതിപ്പോൾ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റും കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചൊരു തിക്കായിട്ട് വേണം നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ. കുറച്ച് തിക്കായിട്ട് ചോക്ലേറ്റ് കൊണ്ട് വരച്ചു കൊടുത്താലേ ഉള്ളൂ നമുക്ക് പൊട്ടിപ്പോവാതെ ഇതുപോലെ കിട്ടുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിഗേഴ്സും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് സിഗേഴ്സ് ആണെങ്കിൽ വളരെ തിന്നായിട്ടും വേണം നമ്മൾ പരത്തി കൊടുക്കാൻ. അപ്പോൾ അതാ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള സിഗേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ചെയ്യുന്ന ഡിസൈനിങ് ഒക്കെ കുറച്ചൊരു കട്ടിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഷീറ്റിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്ത ശേഷം ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രാപ്പർ കൊണ്ട് വലിച്ചെടുത്തിട്ടുള്ള ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ തന്നെ ചെയ്യുക, എന്നാലേ നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ പൊട്ടാതെ കിട്ടുള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷീറ്റ് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്ത ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇത് ഫ്രീസറിലേക്ക് വെക്കാം. ഈ ഒരു ഡിസൈന് സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. കുറച്ചൊരു വളഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് ബട്ടർ പേപ്പറിൽ ഏത് ചിത്രം വേണമെങ്കിലും വരച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് മാർബിൾ ഡിസൈനിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈന് കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ചോക്ലേറ്റ് ആക്കി കൊടുക്കാൻ. അപ്പോൾ ഷീറ്റിൽ ഇതുപോലെ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് സെമി സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാർബിളിൻ്റെ ആ ഒരു ഡിസൈനിങ് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ കുക്കി കട്ടർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കുക്കി കട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിലെല്ലാം ഞാൻ കുക്കി കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് സിഗേഴ്സ് ഉണ്ടാക്കാനുള്ളതും കൂടെ ഞാനിവിടെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ആവുന്ന സമയം നമുക്ക് ഇത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പേസിൽ ഞാനിതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിലുള്ള ചോക്ലേറ്റും കിട്ടും. കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയതാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വെച്ചതായിരുന്നു കേട്ടോ. ഹാർട്ട് ഷേപ്പിലുള്ള മാർബിൾ ഡിസൈനിൻ്റെ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനാണിത്. പിന്നെ ഈ റൗണ്ടിലുള്ള ഡിസൈനിങ് നമ്മൾ ചോക്ലേറ്റ് സിഗേഴ്സ് ഒക്കെ തയ്യാറാക്കുന്നതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേന്നോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻസൊക്കെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്